ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ താമരശ്ശേരി സ്വദേശി ഹർഷിനയുടെ തുടർ ചികിത്സയ്ക്കായി സമരസമിതി ധനസമാഹരണം തുടങ്ങി. അഭിമാനത്തെക്കാൾ വലുത് ജീവനാണെന്ന് തിരിച്ചറിഞ്ഞാണ് കൈനീട്ടുന്നതെന്ന് ഹർഷിന പറഞ്ഞു. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഇടപെട്ടാണ് ഹർഷിനയുടെ സമരം അട്ടിമറിച്ചതെന്ന് MK രാഘവൻ MP ആരോപിച്ചു. വയറിനുള്ളിൽ നിന്നും കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വേദന കടുത്തതോടെയാണ് ഹർഷിന വീണ്ടും വൈദ്യസഹായം തേടിയത്. കത്രിക നീക്കം ചെയ്തയിടത്ത് വീണ്ടും ശസ്ത്രക്രിയ അനിവാര്യമെന്ന് കണ്ടതോടെയാണ് ചികിത്സാ ചെലവിനായി ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിക്കുന്നത്. ധനസമാഹരണം MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആ മന്ത്രി പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് കിട്ടിയുടനത്തെ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു നടപടി ഉണ്ടായില്ല. അതിനെ ഒരു യോഗത്തിൽ വെച്ച് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് 5 ലക്ഷത്തിലപ്പുറം ഒരു കാശ് തരില്ല, പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ഭരണകക്ഷിയാണോ തീരുമാനിക്കേണ്ടത്? ഗവൺമെന്റ് അല്ല. 2 ലക്ഷം തിടുക്കപ്പെട്ട് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ മനഃപൂർവ്വം മൗനം തുടരുകയാണെന്ന് ഹർഷിന കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ഹർഷിനൻ്റെ കൂടെ ഹർഷിനക്ക് നീതി ഉറപ്പാക്കുന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മൗനത്തിലാണ് ഇപ്പോൾ. നമ്മൾക്കൊരു തുടർ ചികിത്സക്കുള്ളത് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു മൈൻഡും ഇല്ലാത്തൊരു മൗനം, മനഃപൂർവ്വമുള്ള ഒരു മൗനം. ഈ മാസം 21-നാണ് ഹർഷിനയുടെ ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. ആവശ്യമായ പണം കൈവശമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നീട്ടിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട്. അതേസമയം ചികിത്സയ്ക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണവും ശേഖരിച്ചാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ് സമരസമിതി തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.